ഗൈസ്, അപ്പോൾ എ ബി ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മുടെ ചങ്കിൻ്റെ വർക്ക്ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ട്രാവലറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു വന്ന് എടുത്തുകൊണ്ട് പൊക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചങ്കൊക്കെ നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ്. പിന്നെ നമ്മുടെ വണ്ടി കാണാനൊരു ത്രില്ലിലും കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം വണ്ടി എങ്ങനെയായിരിക്കും, വണ്ടിയുടെ പേരൊക്കെ അവരുടെ ഇഷ്ടം പോലെ ഇട്ടോളാനൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഗൈസ്, അപ്പം നമ്മുടെ ഗ്രീൻ ഇതായിട്ടുള്ള വണ്ടി ഫുള്ള് വൈറ്റ് ആക്കിയിട്ടുണ്ട്. സൈഡിൽ അത്യാവശ്യം ഗ്രാഫിക്സ് ഒക്കെ അടിച്ചിട്ടുണ്ട്. ട്രാവൽ മേറ്റ് എന്നാണ് കേട്ടോ നമ്മുടെ വണ്ടിയുടെ പേര്. ട്രാവൽ മേറ്റിൻ്റെ ഒരു വണ്ടി എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇതാണ് നമ്മുടെ വണ്ടി. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സൈഡിൽ ആ ഒരു സിംഹമാണല്ലേ, ആ സിംഹമല്ല, കുറുക്കനാണെന്ന് തോന്നുന്നു ഗൈസ്. ആ കുറുക്കനിങ്ങനെ ഓടുന്ന ഒരു ആനിമേഷൻ, ആ ഒരു ഗ്രാഫിക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു വല്ലാണ്ട്. നമുക്ക് വേണ്ടിയിട്ട് ഇൻറ്റീരിയറും കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഇൻറ്റീരിയറിന് വലിയ മാറ്റമൊന്നുമില്ല, പഴയ പോലെ. നമ്മൾ ഇൻറ്റീരിയർ മാറ്റാനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ലൈറ്റിനൊക്കെ ജസ്റ്റ് ഒരു ഇതാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വണ്ടിയുടെ ബ്രേക്ക് സൈഡൊക്കെ ഒന്ന് തുറന്ന് നോക്കിയേക്കാം. ഇതൊരു മാറ്റം വരുത്തിയിട്ടുണ്ടാകും. ബ്രേക്കിലൊന്നും നമ്മൾ വലിയ മാറ്റം വരുത്തണ്ടെന്ന് നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനോട്. അപ്പം ഇൻറ്റീരിയറൊന്നും വലിയ മാറ്റമൊന്നുമില്ല, പഴയതുപോലെയൊക്കെ തന്നെയാണ്. വണ്ടി ഫുള്ള് കഴുകി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് അവർ. അപ്പം ഇതാണ് നമ്മുടെ വണ്ടിയുടെ മൊത്തത്തിൽ ലുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കൊന്ന് വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാനൊക്കെ നമ്മുടെ വർക്കറായിട്ടുള്ള ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് വണ്ടി ഒന്ന് വലിയൊന്ന് ഓടിച്ച് നോക്കിയിട്ടൊക്കെ വരാം. വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് വണ്ടിയായിരുന്നു എടുത്തത്. അപ്പോൾ നമ്മൾ ഫുൾ എൻജിൻ പണിയും കൂടി എടുത്തിട്ടുണ്ട്, ബോഡി വർക്ക് മാത്രമല്ല. പിന്നെ ഗൈസ് ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ വണ്ടി നമ്മൾ പർച്ചേസ് ചെയ്തത്, സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ്. അത് നമ്മുടെ ഒരു ചങ്കിൻ്റെ സ്ഥലമാണ്. ഇപ്പം നമ്മുടെ വണ്ടിക്ക് നല്ല സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ട്, ബ്രേക്കിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. കൺട്രോളൊക്കെ നല്ല കിട്ടുന്നുണ്ട്, മാനുവബിലിറ്റി ഒക്കെ നല്ലോണം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ആകെപ്പാടെ ചെറിയൊരു പോരായ്മയായിട്ട് തോന്നി, നമ്മൾ കാല് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പീഡൊന്ന് റേസ് ആവാൻ വേണ്ടി ചെറിയൊരു സമയം എടുക്കുന്നുണ്ട്. അതിന് ട്രാവലറിൻ്റെ എന്തെങ്കിലും മാനുഫാക്ചറിങ്ങിൻ്റെ ഇതാണോ അതോ എന്തെങ്കിലും പണി കിട്ടിയതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം നമ്മുടെ ഇവിടെ വർക്ക്ഷോപ്പിൽ കാര്യമായിട്ട് നമുക്ക് ഈ ബോഡി വർക്ക് അത്യാവശ്യം അറ്റകുറ്റ എഞ്ചിൻ പണികളൊക്കെ ചെയ്യാറുള്ളത് നമ്മുടെ ചങ്കും നമ്മുടെ പണിക്കാരൊക്കെ. അന്നേരം നമ്മൾ വേറെ വർക്ക്ഷോപ്പിൽ കൊണ്ടുകൊണ്ട് വരും. ബോഡി വർക്കൊക്കെ ഇവന്മാർ കിടിലനായിട്ട് എടുത്തരും കേട്ടോ. ഗൈസ്, നിങ്ങളുടെ വണ്ടിയിലുണ്ടെങ്കിൽ അവന്മാർക്ക് കൊടുത്താൽ മതി, സെറ്റാക്കിയിട്ട് അങ്ങ് ചെയ്തു തരുന്നതായിരിക്കും. എന്താണ് നമ്മുടെ വണ്ടി രാജാവിനെ പോലെ പോകണം. ഞാൻ രാജാ. ഏതാ നമുക്ക് ലൈറ്റൊന്ന് മിന്നിച്ച് കാണിച്ചിടാം ഗൈസ്. മുകളിൽ എന്തോ ഒരു പടമൊക്കെ ഉണ്ടല്ലോ വണ്ടിയുടെ, ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കുന്നു. നമുക്ക് ഗ്യാരേജിലോട്ട് കയറ്റിയിട്ട് നമ്മുടെ വർക്കറിന് ഇവിടെ ഉണ്ട് ഒരാൾ. അപ്പം നമ്മൾ അന്ന് കണ്ട മാമൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പം മാമന് കണ്ട് നമ്മുടെ ഫണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്കങ്ങ് ഗ്യാരേജിലോട്ട് പോയേക്കാം. നമുക്ക് വണ്ടി എടുത്ത പോലെ തന്നെ അങ്ങ് തിരിച്ച് വെച്ചേക്കാം. അതായത് നമുക്ക് പിന്നെ അങ്ങനെ തന്നെ നേരെ കറങ്ങി അങ്ങ് പോയാൽ മതിയല്ലോ. വണ്ടി തിരിച്ച് നമ്മുടെ വർക്കറിൻ്റെ അടുത്തോട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്ന അങ്ങ് പോയേക്കാം. ഫണ്ടിൻ്റെ ഇത് അവിടെ നിൽക്കുന്നുണ്ട്. എങ്ങനെയുണ്ടോ വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെന്നാണ് ചോദ്യമാണ്. കിടുക്കനായിട്ട് നിങ്ങൾ പണിതിട്ടുണ്ട്. എന്തി നമ്മുടെ മച്ചാൻ എന്തി? എടാ ബോസ് ഒരു വണ്ടി നോക്കാൻ വേണ്ടി ബാംഗ്ലൂർ വരെ പോയിക്കോടാ. ആണോ അണ്ണാ, ഓക്കെ. അപ്പം നിങ്ങൾ ഇതിൻ്റെ വർക്കിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറയാം, നമുക്കത് സെറ്റ് ചെയ്യാം. വന്നിട്ട് അങ്ങനെ കണ്ടോളാം. എടാ നമ്മള് സാധാരണ ഒരു 1.5 രൂപയാണ് എല്ലാവരോടും വാങ്ങാറ്. നീ ആയിട്ട് നമുക്കൊരു 40 തന്നാൽ മതി ഗൈസ്. അപ്പം നമ്മൾ പേയ്മെൻ്റ് ഒക്കെ സെറ്റ് ചെയ്തു. നമുക്കിനി വണ്ടി എടുത്തിട്ട് മെല്ലെ ഇവിടെ നിന്ന് ഗ്യാരേജിലോട്ടങ്ങ് പോയേക്കാം ഗൈസ്. അപ്പം നമ്മളോടായതുകൊണ്ട് നമ്മുടെ അണ്ണനും നമ്മുടെ ഫ്രണ്ടും ഒക്കെ പൈസ നല്ലോണം കുറച്ചിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. ഒരു 1.5 ലക്ഷം രൂപയുടെ വർക്ക് ഉണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ ഈ ട്രാവലറിന് തന്നെ. അപ്പോൾ നമ്മളൊരു 40,000 രൂപ അവർ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നല്ലൊരു പരിപാടിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മുടെ ഇനിയുള്ള വണ്ടികളൊക്കെ ഇവർക്ക് തന്നെ ഞാൻ പണിയാൻ കൊടുത്താലോ എന്ന് വിചാരിക്കുക. ശശിയണ്ണൻ എന്തായാലും ഔട്ട് ഓഫ് ഓർഡർ ആണ്. ശശിയണ്ണൻ നമ്മുടെ സമയത്തൊന്നും ശശിയണ്ണന് കിട്ടുന്നില്ല ഇപ്പോൾ. പിന്നെ ഇവർക്കും കൊടുത്തേക്കാമെന്ന് ഞാൻ വെച്ചിന് വർക്കൊക്കെ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.